ഐശ്വര്യ, നിരുപമ, സംഗീത, ആര്യ, രേവതി, അരുണ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. സിത്താര, നീതു, കുക്കു, അനുശ്രീ, ജിഷാമോൾ, വിജയറാണി, എൽദോസ്, രമ്യ, പറഞ്ഞേ എല്ലാരും കേൾക്കുന്നില്ലേ? റിൻസി, ക്രിസ്റ്റീന എല്ലാരും കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇൻഫന്റ് എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കാണ്. യെസ് യെസ് യെസ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. അപ്പൊ നെറ്റ്വർക്ക് തിയറി നമ്മൾ തുടങ്ങല്ലേ? എല്ലാവരും ഓക്കെ ആണോ? ഐശ്വര്യ, നിരുപമ, സംഗീത, ആര്യ എല്ലാവരും ഓക്കെ അല്ലേ? രേവതി, അരുണ്, സിത്താര, നീതു, കുക്കു എല്ലാവരും ക്ലിയർ ആണ്. അനുശ്രീ, ജിഷാമോൾ, വിജയറാണി, രമ്യ, റിൻസി, ക്രിസ്റ്റീന, സാലി, മൃദുല എല്ലാവരും ഓക്കെ ആണല്ലേ? തുടങ്ങല്ലേ നമ്മള്? പറയൂ പറയൂ പറയൂ. യെസ്. അപ്പൊ നെറ്റ്വർക്ക് തിയറി തുടങ്ങട്ടെ. ഗുഡ് ഈവനിങ് സാലി, ഗുഡ് ഈവനിങ്. ഓക്കെ റൈറ്റ്, ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം തുടങ്ങുന്നത് നമ്മൾ നെറ്റ്വർക്ക് തിയറിയുടെ ബേസിക്സിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തിൻ്റെയും തുടക്കം റെസിസ്റ്റൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നമ്മളൊരു റെസിസ്റ്റൻസ് വെച്ചു. ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു 2 ohm കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ എക്രോസ് ഇവിടെ ഒരു +10 വോൾട്ടും ഇവിടെ ഒരു 0 വോൾട്ടും കൊടുത്തു. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ കൊടുത്താൽ കറണ്ട് എത്ര ആയിരിക്കും? പറയൂ പറയൂ, കറണ്ട് എത്ര ആയിരിക്കും? പറയൂ പറയൂ. നമ്മൾ എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓംസ് ലോയുടെ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, കറണ്ട് എത്ര ആയിരിക്കും വരുന്നത്? 5 ആംപിയർ. നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. വളരെ ശ്രദ്ധയോടെ തന്നെ വേണം. കാരണം ഇവിടെ പറയുമ്പോൾ നിങ്ങളായിരിക്കും ഇതൊക്കെ എനിക്കറിയാവുന്നതാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഈ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും അയ്യോ സാറേ കിട്ടുന്നില്ലെന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുമ്പോഴേ വളരെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഇവിടെ 10 വോൾട്ടും ഇവിടെ 0 വോൾട്ടും ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കറണ്ട് എത്ര ആയിരിക്കും ചോദിച്ചാൽ 5 ആംപിയർ. ഇതിനെ ഞാൻ 2 രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. ഈ 2 രീതി എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കാരണം ചോദിച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്നോട് തിരിച്ചു വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറയുന്ന രീതി ഇങ്ങനെയാണ്. ഒരു 2 ohm റെസിസ്റ്റൻസിന്റെ അകത്തൂടെ 5 ആംപിയർ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്രോസ് 10 വോൾട്ടേജ് ഉണ്ടാവും. എന്നാൽ തിരിച്ചൊന്നുകൂടെ പറയും, 10 വോൾട്ടേജ് നമ്മൾ ഈ പറയുന്ന 2 ohമിന് എക്രോസ് കൊടുത്താൽ എത്ര ആംപിയർ ഒഴുകിയേ പറ്റുള്ളൂ? 5 ആംപിയർ ഒഴുകിയേ പറ്റുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്നറിയോ? ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടാകുന്നത് V പ്രൊപ്പോർഷണൽ ടു I ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് R. അതുകൊണ്ട് I × R എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അറിയാവുന്നതാണ്. അവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വിയും ഐയും പ്രൊപ്പോർഷണലാണ്. അപ്പൊ നമ്മൾ വേറൊരു പോയിന്റിലൂടെ പറയും, വോൾട്ടേജും കറണ്ടും ലീനിയർലി പ്രൊപ്പോർഷണാലിറ്റി വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. ഇതെന്തിനാ ഇത്രയൊക്കെ ഡീപ്പായിട്ട് പറയാൻ ചോദിച്ചാൽ, വി ഷുഡ് നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. കാരണം ലീനിയർ പ്രോപ്പർട്ടിയിലുള്ള ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റൻസ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കപ്പാസിറ്റർ, ഇൻഡക്ടറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അപ്പൊ ജസ്റ്റ് റിമെമ്പർ ദീസ് തിങ്സ്. വിയും ഐയും ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി വരുന്ന സ്ഥലത്തുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ വരെ പറഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഇവിടെ 0 വോൾട്ട് കൊടുത്തു, ഇവിടെ നമ്മൾ മാറ്റി വെച്ച് -10 വോൾട്ട് കൊടുത്തു. കറണ്ട് എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും കറണ്ട്? 5 ആംപിയർ. പറഞ്ഞ എത്ര കിട്ടും എല്ലാവർക്കും? എന്തു പറയുന്നു? പറഞ്ഞേ 5 ആംപിയർ കിട്ടുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു വരുന്നു ഇവിടെ 0 വോൾട്ട് കൊടുത്തു, ഇവിടെ -10 വോൾട്ട് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു -10 വോൾട്ട് ഈ 0 വോൾട്ട് എന്ന് പറയുന്നത് ഇതിനേക്കാൾ 10 വോൾട്ട് ഹൈ ആണ്.
അതുകൊണ്ട് ഈ നോഡിനെ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ വോൾട്ടേജ് ഹൈ ആയതുകൊണ്ട് വീണ്ടും നമ്മൾ പറയും 5 ആമ്പിയർ ഒഴുകും. കാരണം 2 ഓമിന് അക്രോസ് എത്ര തന്നെയാണ്? 10 വോൾട്ട് തന്നെയാണ്. ക്ലിയർ ആണോ പറഞ്ഞു വരുന്നത്? ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു -10 വോൾട്ട് ആണ് ഇപ്പുറത്തെ ടെർമിനലിൽ, അപ്പുറത്തെ ടെർമിനലിൽ 0 വോൾട്ട് ആണ്. എങ്കിലും അതിൻ്റെ അകത്തെ കറണ്ട് എത്ര ആയിരിക്കും ചോദിച്ചാൽ 5 ആമ്പിയർ തന്നെയായിരിക്കും. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ഇപ്പുറത്തെ ടെർമിനൽ അപ്പുറത്തെ ടെർമിനലിൽ 10 വോൾട്ടേജ് ഹയർ ആണ്. ഇതേ സിമിലർ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നു -20 വോൾട്ടും -10 വോൾട്ടും എത്ര ആയിരിക്കും കറണ്ട്? എത്ര ആയിരിക്കും കറണ്ട്? യെസ്, വീണ്ടും 5 ആമ്പിയർ തന്നെ അല്ലേ? വീണ്ടും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് വോൾട്ടേജ് 10 വോൾട്ടേജ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് തമ്മിലുള്ള ഡിഫറൻസ് ഈ പറഞ്ഞ 10 വോൾട്ട് എക്സ്ട്രാ ഉണ്ട്. ഇവിടെ 10 വോൾട്ടേജ്, ഇവിടെ 0 വോൾട്ട്. ഇതെല്ലാം പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ടെർമിനൽ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിന് അക്രോസ് 10 വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ 2 ഓം റെസിസ്റ്റൻസും ആണെങ്കിൽ 5 ആമ്പിയർ ഒഴുകിയേ പറ്റുള്ളൂ. അല്ല നമ്മുടെ അടുത്ത് കാണുകയാണ് 5 ആമ്പിയർ ആണ് കറണ്ട്, 2 ഓം ആണ് റെസിസ്റ്റൻസ് എങ്കിൽ ഉറപ്പിച്ചു ആ പറയുന്ന അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടായേ പറ്റുള്ളൂ. അത് നിർബന്ധമാണ് 10 വോൾട്ട് എന്നുള്ളത്. ഇത് ക്ലിയർ ആണ്. ഇവിടുന്ന് നമ്മൾ അടുത്തൊരു പോയിന്റ് പറയുന്നതെന്നറിയോ? ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാം പറഞ്ഞു പോകുന്ന പോയിന്റ് വളരെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് വരും നമ്മുടെ പ്രോബ്ലംസ് വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നതെന്നറിയോ? നമ്മൾ ആദ്യം നമ്മുടെ ഉദാഹരണം എടുക്കാം. ആദ്യത്തെ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഡയറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ 10 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 0 വോൾട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ട് എടുത്തു 5 ആമ്പിയർ, അതും ഓക്കെ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ഈ പോയിന്റിലെ വോൾട്ടേജ് എത്ര ആയിരിക്കും അവിടുത്തെ വോൾട്ടേജ്? നമ്മൾ ഇവിടെ 0 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, 10 വോൾട്ടേജ് ഇപ്പുറത്തെ ടെർമിനലിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം 2 ഓം റെസിസ്റ്റൻസ് ആണ്, അവിടെ 5 ആമ്പിയർ കറണ്ടും കടന്നു പോകുന്നെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ആ 2 ഓം റെസിസ്റ്റൻസ് ഇരിക്കുന്നതിന്റെ ജസ്റ്റ് ഇപ്പുറത്താണ് എന്ത് നമ്മൾ കൊണ്ട് നമ്മുടെ പോയിന്റ് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എത്രയായിരിക്കും ചോദിക്കും? എത്രയായിരിക്കും അവിടുത്തെ വോൾട്ടേജ്? പോയിന്റ് എവിടെയാന്ന് മനസ്സിലായി? ഒന്നുകൂടെ വരയ്ക്കണോ? പോയിന്റ് ഇത് ഈ പോയിന്റ് അല്ലേ, വേണ്ട വേറെ ഇത് വരയ്ക്കാം. ഈ പോയിന്റ്, ഈ ചുവപ്പ് കാണുന്ന ഈ പോയിന്റിലെ വോൾട്ടേജ് ആയിരിക്കും 10 വോൾട്ടേജ്. റൈറ്റ്. നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇവിടെ ഇത്രയും പാർട്ടിൽ എന്തില്ല, നമ്മൾ പറയും ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് ആയിരിക്കും ഇവിടുത്തെ വോൾട്ടേജ്. എല്ലാവർക്കും ക്ലിയർ ആണ് പറഞ്ഞു വരുന്നത്. നമ്മൾ അത്രയും ഭാഗം ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് അവിടെ കറണ്ട് അല്ലെങ്കിൽ പവർ ഒന്നും, പവർ എന്ന് പറയേണ്ട വോൾട്ടേജ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ പോയിന്റിൽ 10 വോൾട്ടും ഈ പോയിന്റിൽ 0 വോൾട്ടും, ഇത് 0 വോൾട്ടും ഇത് 10 വോൾട്ടും. ഇത് ക്ലിയർ ആണ്. നമ്മൾ ഇനിയും പറയുന്നൊരു പോയിന്റ് എന്താണെന്നറിയോ? നമ്മൾ ഇനിയും പറയുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു സേർട്ടൺ പാർട്ടിൽ മാത്രമാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അത് എത്രയാണ്? 2 ഓം. അങ്ങനെ നമ്മൾ പറയുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ലംപ്ഡ് നെറ്റ്വർക്ക്. ക്ലിയർ ആണെന്നൂടെ പറഞ്ഞു വരുന്നത്. നമുക്ക് ഒരു റെസിസ്റ്റൻസിനെ ഒരു പാർട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെയുള്ള നെറ്റ്വർക്കുകളെ എല്ലാം വിളിക്കുന്ന പേരാണ് ലംപ്ഡ് നെറ്റ്വർക്ക്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, പേരറിയാമോ നിങ്ങൾക്ക്? പറയാമോ? ലംപ്ഡ് നെറ്റ്വർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതേതാണ്? മനസ്സിലായോ പറഞ്ഞെന്താണ്? ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പാർട്ട് ഓഫ് സമയത്ത് എന്തില്ല, റെസിസ്റ്റൻസ് ഒന്നുമില്ല. ആ പറയുന്ന സമയത്ത് 10 വോൾട്ടേജ് ആണ്, ഇപ്പുറത്തെ സ്ഥലത്ത് 0 വോൾട്ടും ആണ്. ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എന്ത്, 2 ഓം റെസിസ്റ്റൻസ്. യെസ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നെറ്റ്വർക്ക് ആണെന്ന് ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്നറിയാം, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്ക് ഒരിക്കലും നമുക്ക് ഈ നെറ്റ്വർക്ക് തിയറി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോയും അവിടെ ആപ്ലിക്കബിൾ അല്ല.
ആ പറയുന്ന സമയത്ത് നെറ്റ്വർക്ക് തിയറിയെ വാലിഡ് അല്ല. ഇങ്ങനെ ഒരു തിയറം അവിടെ ഇല്ല. ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള നെറ്റ്വർക്ക് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് തിയറംസ് ഓംസ് ലോ പോലും വാലിഡ് അല്ല അവിടെ. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം പറയോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള നെറ്റ്വർക്ക് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? എന്ത് വെച്ച് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞാലും മതി. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരു റെസിസ്റ്റൻസിനെ ഒരു സേർട്ടൺ പാർട്ടിലോട്ട് മാത്രമായിട്ട് പറയാൻ പറ്റാത്ത സർക്യൂട്ടുകൾ, അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ പാർട്ടിലും റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു സേർട്ടൺ പാർട്ടിന് മാത്രമല്ല. അങ്ങനെയുള്ള നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് എന്നാണ്. ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ലംപ്ഡ് നെറ്റ്വർക്കും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കും ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാൻ നെറ്റ്വർക്ക് തിയറി പറ്റത്തില്ല. ആ സമയത്ത് ഇവനെ സോൾവ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ. എന്താണ്? പറയൂ. ഇപ്പൊ ലംപ്ഡ് നെറ്റ്വർക്കിന് ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറഞ്ഞു? ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക്. ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കിന്റെ അവിടെ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജ്, കറണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറയൂ. നിങ്ങൾക്ക് അറിയാത്ത പോർഷൻ ആണെങ്കിൽ ഞാൻ ചോദിക്കില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്കാണ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്നുള്ളൊരു വേർഡ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് സോൾവ് ചെയ്യുന്നുണ്ട്. എവിടെ? പറയാമോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമ്മളിപ്പോ റെസിസ്റ്റൻസ് പറഞ്ഞപ്പം ഈ ഒരു പാർട്ടി മാത്രം ഉണ്ടെന്നാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ റെസിസ്റ്റൻസ്, ഇല്ലാത്ത പാർട്ടിൽ ഒന്നും തന്നെ റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്ത് നെറ്റ്വർക്കാണ്? ലംപ്ഡ് നെറ്റ്വർക്കാണ്. അല്ലാത്ത നെറ്റ്വർക്ക് നമ്മൾ വിളിക്കുന്നത് എന്താണ്? അശ്വനെ ഒരു കാര്യമുണ്ട്, എന്തിനാണെന്നറിയോ? ഇതെല്ലാം ഓർത്തു വരാനും നമ്മളിതെല്ലാം പറഞ്ഞ് മനസ്സിലായി പോകാനുമായിട്ട് ചോദിക്കുന്നല്ലേ. അശ്വിൻ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് വറി, ഇതൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് മുഴുവൻ നമ്മൾ പഠിച്ചെവിടെയെന്നറിയോ? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു വെച്ച് നമ്മൾ പഠിച്ചു എവിടെയെന്നറിയോ? നമ്മുടെ EMFT ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലാണ് നിങ്ങൾ പഠിക്കുന്ന ട്രാൻസ്മിഷൻ ലൈൻസിന്. അവിടെയാണ് നിങ്ങൾ എന്ത് പഠിച്ചത്? ഈ ഓംസ് ലോ ഒന്നും തന്നെ വാലിഡ് അല്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ ഈ പറഞ്ഞ റിഫ്ലക്ഷനും ഈ സ്റ്റാൻഡിങ് വേവ് റേഷ്യോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ട്രാൻസ്മിഷൻ ലൈനിലായിരുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ ആ നെറ്റ്വർക്ക് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അവിടെ ചർച്ച ചെയ്തതൊന്നും ഓംസ് ലോയോ നെറ്റ്വർക്ക് തിയറംസോ ഒന്നും തന്നെ അല്ല. അവിടെ കറണ്ട്, വോൾട്ടേജ് എല്ലാം കണ്ടുപിടിക്കുന്നത് വേറെ നിയമങ്ങൾ, റിഫ്ലക്ഷനും ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ്. ഇനിയും ഇതിന്റെ പ്രത്യേകത പറഞ്ഞതെന്നറിയോ? 10⁶ എന്ന് പറഞ്ഞാൽ 1 മെഗാഹെർട്സിന് മുകളിൽ പോകുന്ന ഫ്രീക്വൻസി വരുന്ന എല്ലാ നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ EMFT ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പഠിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇലക്ട്രിക്കലുകാർ 50 ഹെർട്സ് വെച്ചാണ് കളിക്കുന്നത്. ഈ 50 ഹെർട്സിലുള്ള ഞങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ആകണമെങ്കിൽ വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു ലോങ് വയറായി മാറണം. എന്നാൽ വെറും 8 മീറ്റർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലും വളരെ സ്മോൾ മീറ്റർ ആയിട്ട് മാറും ഈ 1 മെഗാഹെർട്സ് ഒക്കെ എത്തുന്ന സമയത്ത്. അപ്പൊ സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ EMFTയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞ EMFTയിൽ പഠിക്കാനുള്ളതാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ വരെ പഠിക്കും? ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് എക്സാക്ട്ലി EMFTയിൽ എവിടെ വരെ പഠിക്കാവുള്ളൂ? നിങ്ങൾ ഈ പറയുന്ന മാക്സ്വെൽ ഇക്വേഷൻ വരെ പഠിക്കാവുള്ളൂ. അത് കഴിഞ്ഞാണ് നിങ്ങൾ ഈ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സ്വെൽ ഇക്വേഷന് ശേഷമുള്ളതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവിടെ മനസ്സിലാക്കിക്കൊള്ളുക, ചർച്ച ചെയ്യുന്നത് വോൾട്ടേജും കറണ്ടും ഒക്കെ ആണെങ്കിലും അത് 1 മെഗാഹെർട്സിന് മുകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് അവിടെ ചർച്ച വേറെ രീതിയിൽ വരുന്നത്. അല്ല, ലംപ്ഡ് നെറ്റ്വർക്കിൽ വരുന്ന സമയത്ത് നമ്മൾ ആരെ കുറിച്ച് പറയും? നെറ്റ്വർക്ക് തിയറംസിനെ കുറിച്ച് പറയും. അപ്പൊ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ആരെ കുറിച്ച് പറയാൻ പോകുന്നു? നമ്മുടെ നെറ്റ്വർക്ക് തിയറിയെ കുറിച്ച് പറയും. അപ്പൊ നെറ്റ്വർക്ക് തിയറിയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് ആയിട്ടുള്ള നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ?
ലംബ്ഡ് നെറ്റ്വർക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ നമ്മുടെ ഏത് നെറ്റ്വർക്ക് തിയറംസ്. ഇതെല്ലാം ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് എവിടം വരെ പറഞ്ഞു? നമ്മുടെ റെസിസ്റ്റൻസ് പറഞ്ഞു, 5 ഓം റെസിസ്റ്റൻസ് പറഞ്ഞു. ഈ പറഞ്ഞ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് കറണ്ടില് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് തിയറിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കഥകൾ. അപ്പൊ ഇനിയും പറയുന്നത് എന്താ ചോദിച്ചാല്, നമുക്ക് 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു. ഒന്ന് R1, ഒന്ന് R2. ഇവിടെ നമ്മുടെ വോൾട്ടേജ് ടോട്ടല് V ആണ്, അവിടെ കറണ്ട് എന്താണ്? I ആണ്. അങ്ങനെ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഒരേ കറണ്ടാണ് ഒഴുകുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും R equivalent is equal to R1 plus R2. അതേപോലെ തന്നെ നമ്മൾ പറയും കറണ്ട് I is equal to വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R equivalent ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? V by R1 plus R2 എന്ന് പറയാം. ക്ലിയർ ആണ്? ഇവിടുന്ന് നമ്മൾ പറയുന്നു കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പോസിറ്റീവ് ഇവിടെ ആയിരിക്കും, നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ഇവിടെ ആയിരിക്കും, നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതും നമ്മൾ ഇനി പറയുന്നുണ്ട്. നമ്മൾ ഇനി പറയുന്ന പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കേസിൽ ഒരു എലമെന്റിന്റെ കേസിൽ അത് നമുക്ക് ഇവിടെ തന്നെ പറയാം. ഒരു എലമെന്റിന്റെ കേസിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഒഴുകുന്നത്. നമ്മൾ ഉറപ്പിച്ചു അതിൽ പവർ കൺസ്യൂം ചെയ്യുക. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഒബിയസ്ലി എപ്പോഴും റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. റെസിസ്റ്റൻസിൽ എപ്പോഴും പവർ എന്താ ചെയ്യുന്നത്? ഡിസപ്പേറ്റ് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യപ്പെടുകയാണ്. ഈ റെസിസ്റ്റൻസ് I²R എന്ന് പറഞ്ഞ ലോസ് ആയിട്ട് പുറത്തു കളഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ എപ്പോഴും വോൾട്ടേജ് എവിടെ വരുള്ളൂ? കറണ്ട് കടന്നു പോകുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഇവിടെ നോക്കും, ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ, നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ, അല്ലെങ്കിൽ ഹൈ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസപ്പേറ്റിംഗ് എലമെന്റ് ആയതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് അകത്തേക്കായിരിക്കും കറണ്ട് പോകും. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ പറയും എന്താണെന്നറിയോ? പവർ കൺസ്യൂം ചെയ്യുന്നു, അതുകൊണ്ട് പാസീവ് എലമെന്റ്. ക്ലിയർ ആണ്? ഇതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഒരു പോലുള്ള പറയുന്നുണ്ട്, ഒരു എലമെന്റിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് വോൾട്ടേജ് കറണ്ട് എങ്ങോട്ടാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഡെലിവറിങ് ആണ്. ഇതേതായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് ഡിവൈസ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ലോജിക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? താഴെ ഇരിക്കുന്ന വെള്ളം മുകളിലത്തെ ടാങ്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് അല്ലെങ്കിൽ ലോയിൽ നിന്ന് ഹൈയിലോട്ട് വെള്ളം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ആ ഇടയ്ക്കിരിക്കുന്ന ആരായിരിക്കും അറിയോ? മോട്ടറായിരിക്കും. എന്നാൽ ടാങ്കിലിരിക്കുന്ന വെള്ളം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ലൂസ് ചെയ്ത് താഴോട്ട് വരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ട് കറണ്ട് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അവിടെ പവർ ഡെലിവറി ചെയ്യപ്പെടുന്നുണ്ട്. ആ എലമെന്റ് ആക്റ്റീവ് ആണ്. എന്നാൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവറിലോട്ട് പവർ കൺസ്യൂം ചെയ്ത് കറണ്ട് ഒഴുകും. അതിന് കാരണം എന്താ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഹയർ പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ വെള്ളം താഴത്തെ ലോവർ പൊട്ടൻഷ്യലിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ഓക്കെ അല്ലേ? എല്ലാവർക്കും പറയുന്നത് ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ആക്റ്റീവ് ഡിവൈസ് എന്താണ്, പാസീവ് ഡിവൈസ് എന്താണ്? റെസിസ്റ്റൻസിന്റെ ഒക്കെ കേസിൽ എപ്പോഴും അത് ഏത് തരത്തിലാണ്, ഏത് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകിയാലും പവർ ഡിസപ്പേറ്റ് ചെയ്യുള്ളൂ. കറണ്ട് എപ്പോഴും എങ്ങനെ ഒഴുകും? അപ്പൊ അതിൻ്റെ അകത്ത് ഒഴുകുള്ളൂ പോസിറ്റീവ് ടു നെഗറ്റീവ് മാത്രമേ ഒഴുകാൻ പറ്റുള്ളൂ. ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? പറയൂ. എല്ലാവർക്കും ക്ലിയർ ആണ് ഇവിടം വരെ പറഞ്ഞു? ആരും മിണ്ടുന്നില്ലല്ലോ. രമ്യ, റിൻസി, ക്രിസ്റ്റീന പറഞ്ഞ്, സാലി, മൃദുല, രേവതി, കുക്കു പറഞ്ഞ്, അശ്വിന്, മഞ്ജുശ്രീ, രേവതി, ആര്യ, എൽദോസ്, ഐശ്വര്യ, ജോസ്, നയന, ഗിരീഷ് പറഞ്ഞ്. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇവിടം വരെ ഓക്കെ ആണോ പറഞ്ഞു വന്നേ? വസുത ക്ലിയർ ആണോ പറഞ്ഞു വരുന്നത്? നീതു, സിത്താര പറഞ്ഞേ.
നിരുപമ, സംഗീത എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ഐഡിയ പറയുകയാണെങ്കിൽ, ഇത്രയേറെ നമ്മൾ പറഞ്ഞ എന്താണെന്നറിയോ, റെസിസ്റ്റൻസിന്റെ അകത്തൂടെ കറണ്ട് കടന്നു പോകുന്ന പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും, ഓൾവേസ്. കാരണം അത് എപ്പോഴും ഒരു പാസീവ് പവർ കൺസ്യൂം ചെയ്യുള്ളൂ. എന്നാൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് കറണ്ട് കടന്നു പോകുന്ന എലമെന്റ് വരികയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവൻ പവർ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ പവർ കൊടുക്കുന്നുണ്ട് ആ സർക്യൂട്ടിലോട്ട്. അത് ആരായിരിക്കണം? ആക്റ്റീവ് ഡിവൈസ് ആയിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ പവർ എന്ത് പറഞ്ഞു? ഇവിടെ നമ്മളപ്പോൾ പറയുന്നു, ഈ പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് വി വെച്ചിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറണ്ട് എന്താണ്? ഐ ആണ്. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് V1, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് V2. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് കിട്ടണം. അതുകൊണ്ട് V1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? I ഇൻറ്റു R1. അപ്പൊ I എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് V1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? P ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു R1. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ, ശരിയല്ലേ? അതേപോലെ സിമിലർലി നമുക്ക് എന്തുകൂടെ പറയാം? V2 ഈസ് ഈക്വൽ ടു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 ഈസ് ഈക്വൽ ടു എന്ത് പറയാം? P ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. കറണ്ട് കിട്ടി, കാരണം രണ്ടും സീരീസ് ആണ്. ഇൻറ്റു എന്തുകൂടെ കിട്ടും? R2. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ വോൾട്ടേജ് ഡിവിഷന്റെ കാര്യം പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓൾവേസ് കറണ്ട് ഒഴുകുന്നത് ഹയർ ടു ലോവർ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വരുന്ന ലംഡ് നെറ്റ്വർക്കിൽ മാത്രമേ നമ്മൾ ഇത് സോൾവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. 1 മെഗാഹെർട്സിന് താഴെ മാത്രമേ നെറ്റ്വർക്ക് തിയറി വാലിഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസിന്റെ അകത്ത് എപ്പോഴും 10 വോൾട്ടേജ് ആണ് 2 ഓമിന് അക്രോസ് കൊടുക്കുന്നെങ്കിൽ 5 ആംപിയർ ഒഴുകിയിരിക്കണം. 5 ആംപിയർ ആണ് 2 ഓമിന് അക്രോസ് കൂടെ പോകുന്നെങ്കിൽ അക്രോസ് 10 വോൾട്ടേജ് വന്നേ പറ്റുള്ളൂ. അതിലൊരു കാര്യം ഉറപ്പാണ്, പോസിറ്റീവ് എപ്പോഴും എവിടെയായിരിക്കും? പോസിറ്റീവിലൂടെ ആയിരിക്കും കറണ്ട് കടന്നു പോകുന്നത്. കാരണം റെസിസ്റ്റൻസ് എപ്പോഴും പവർ ഡിസപ്പേറ്റ് ചെയ്യാണ്. ക്ലിയർ ആണ് പറഞ്ഞു വരുന്നത്? ഓക്കെ അല്ലേ? മുന്നോട്ട് പോക്കോട്ടെ, മുന്നോട്ട് പോക്കോട്ടെ. പറയൂ, മുന്നോട്ട് പോട്ടെ. ഓക്കെ അല്ലേ? നിരുപമ, സംഗീത, സിത്താര പറഞ്ഞേ. നീതു, അനുശ്രീ, വിജയ്, ജിഷാമോൾ, വിജയറാണി ക്ലിയർ അല്ലേ? രമ്യ, റിൻസി പറഞ്ഞേ. ക്രിസ്റ്റീന, സാലി, മൃദുല പറഞ്ഞേ. രേവതി, അശ്വിൻ, മഞ്ജുശ്രീ, ബസിത, എൽദോസ് എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് കറണ്ട് ഡിവിഷൻ റൂളിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ, ഇത് R1, ഇത് R2. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടു പേർക്കും വോൾട്ടേജ് സെയിം ആണ്. ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന കറണ്ട് എത്രയാണ്? I ആണ്. രണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയായിട്ടിരിക്കുന്നു? പാരലായിട്ടിരിക്കുന്നു. ഇതിലൂടെ പോകുന്ന കറണ്ട് I1, ഇതിലൂടെ പോകുന്ന കറണ്ട് I2. നമ്മൾ പറയുന്നത് പാരലായിട്ടുള്ള സർക്യൂട്ടിൽ അഡ്മിറ്റൻസ് ആയിരിക്കും ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ R equivalent is equal to 1/R1 plus 1/R2. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞൊരു പോയിന്റേ ഉള്ളൂ. രണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സ് പാരലായിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കണ്ടക്ടൻസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ പറയുന്നത് കണ്ടക്ടൻസ് ആയിട്ട് എഴുതിയപ്പോൾ റെസിസ്റ്റൻസിന്റെ 1/, ആണ്. അതുകൊണ്ടാണ് R equivalent എന്ത് കിട്ടി? അതുകൊണ്ട് R equivalent is equal to R1 R2 divided by R1 plus R2. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് R equivalent കിട്ടി. ഇവിടുന്ന് വരുന്ന കറണ്ട് നമുക്കറിയാം I ആണ്. അപ്പൊ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് V is equal to I into R1 R2 divided by R1 plus R2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൂടെ പറയാം? കറണ്ട് ഡിവിഷൻ I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? I1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം V ഡിവൈഡഡ് ബൈ R1. സോറി, R1, കാരണം രണ്ടും പാരലാണ്. ഇവിടം വരെ ഓക്കെ അല്ലേ പറഞ്ഞു വന്നേ? നമ്മൾ ആദ്യം പറയുന്ന പാരലായിട്ടുള്ള സർക്യൂട്ടിൽ കണ്ടക്ടൻസുകൾ തമ്മിൽ ആടിയുള്ളൂ. അതുകൊണ്ട് 1/R equivalent is equal to 1/R1 plus 1/R2. അതുകൊണ്ട് R equivalent is equal to R1 R2 divided by R1 plus R2 എന്ന് കിട്ടി. ഈ R equivalent എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസോട് ചേർന്ന് കിട്ടിയ ഇക്വലന്റ് ആണ്. ഇൻറ്റു ആ കറണ്ട് ചെയ്ത എന്ത് കിട്ടി? വോൾട്ടേജ് കിട്ടി. ഈ വോൾട്ടേജ് എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസിനും സെയിം തന്നെയാണ്, കാരണം പാരലാണ്. അതുകൊണ്ട് വോൾട്ടേജ് ഡിവൈഡർ ബൈ R1 ചെയ്യുമ്പോൾ I1 കിട്ടി. അതേപോലെ വോൾട്ടേജ് I2 is equal to വോൾട്ടേജ് ഡിവൈഡർ ബൈ R2. അപ്പൊ ഇതെങ്ങനെ കിട്ടും? I ഇൻറ്റു ഇവിടെ R1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ R2
ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതേപോലെ I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇവിടെ വരെ എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞ് പറയൂ. ഓക്കെ ആണോ? പറയൂ. ആരും മിണ്ടുന്നില്ലല്ലോ. റിൻസി, ക്രിസ്റ്റീന പറഞ്ഞേ. സാലി, മൃദുല, രേവതി, മഞ്ജുശ്രീ പറഞ്ഞേ. ആര്യകൃഷ്ണൻ, വസുധ, എൽദോസെ പറഞ്ഞേ. ഐശ്വര്യ ജോസെ പറഞ്ഞേ. നയന, ഗിരീഷ് ക്ലിയർ അല്ലേ ഇത്? ഷഹീന, അശ്വിനെ ഓക്കെ അല്ലേ? കുക്കു ഓക്കെ അല്ലേ പറഞ്ഞോന്ന്? ഓക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് നമ്മളുടെ ഈ പറഞ്ഞു വന്ന വോൾട്ടേജ് ഡിവിഷനും കറണ്ട് ഡിവിഷൻ റൂളും ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ഇവിടെ വരെ ഓക്കെയാണ്. അപ്പൊ ഇനി നമ്മളൊരു പ്രോബ്ലം, ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം പറയുകയാണെങ്കിൽ, V1 ഉം V2 എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ നമുക്കത് മാറ്റിക്കാം. ഒരു V1 വേണ്ട, V1 വേണമെന്നില്ല, നിങ്ങൾ V2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഇത് 20 ഓം തന്നെ ഇവിടെ വോൾട്ടേജ് എടുത്തു. പോസിറ്റീവ് നെഗറ്റീവ് ഈ വോൾട്ടേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞേ, ഇത് എത്ര കിട്ടുമെന്ന് പറഞ്ഞേ. യെസ് പറയൂ. യെസ്, എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ? യെസ്. എല്ലാവരും കിട്ടുന്നുണ്ട്. നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി അല്ലേ? കാരണം രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടിരിക്കുകയാണ്. 30 20 ആയതുകൊണ്ട് അത് 50 കിട്ടി. 100 വോൾട്ടേജ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ കറണ്ട് എത്ര കിട്ടി? 2 ആംപിയർ കിട്ടി. അങ്ങനെ 2 ആംപിയർ ഒഴുകുന്നുണ്ടെങ്കിൽ 2 × 30 60 വോൾട്ട് ആയിരിക്കും ഇവിടെ. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്നറിയോ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വായിക്കാം. കഴിയുന്നില്ല, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് അറിയില്ല. ഇപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എവിടെ യഥാർത്ഥത്തിൽ നമ്മളൊരു വോൾട്ടിമീറ്റർ കൊണ്ട് കണക്ട് ചെയ്തു. ആ വോൾട്ടിമീറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടണം? 60 വോൾട്ടേജ് കിട്ടണം. ശരിയല്ലേ? വോൾട്ടിമീറ്റർ കൊണ്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മെഷർ ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര വോൾട്ടേജ് കിട്ടും? 60 വോൾട്ട് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണ്. ഇത് നമ്മൾ സംസാരിച്ചു വരുന്നറിയോ, ഇത് ഐഡിയൽ ആയിരിക്കുന്ന വോൾട്ടിമീറ്റർ ആണ്. അപ്പൊ ഐഡിയൽ വോൾട്ടിമീറ്ററിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്ത്, ഇവിടെ ശരിക്കും ഓപ്പൺ ആയിട്ട് കൺസിഡർ ചെയ്ത് ആണോ അല്ലേന്ന് പറ. ഇവിടെ ആക്ച്വലി ആരുണ്ടായിരുന്നു? നമ്മളൊരു വോൾട്ടിമീറ്റർ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇൻഫൈനൈറ്റോ, അതാണ് നമ്മൾ ഏത് കേസിലെ ഐഡിയൽ. ഈ ഐഡിയൽ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം എന്താ? ഐഡിയൽ എന്താണ് പറഞ്ഞേ? ഐഡിയൽ എന്ന് പറഞ്ഞ എന്താണ്? മഞ്ജുശ്രീ, വസുധ, എൽദോസ, എന്താ ഈ ഐഡിയൽ എന്ന് പറഞ്ഞാൽ? ഐശ്വര്യ, നയന, കുക്കു, ഐഡിയൽ വോൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഐഡിയൽ തന്നെ ഉദ്ദേശിക്കുന്നത്? ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഐഡിയൽ നമ്മൾ പറയാം ഐഡിയൽ പേഴ്സൺ. ഉദാഹരണം പറഞ്ഞ ആരാണ്? നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഭഗവാന്മാർ, അല്ലെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത്,
ഈ പറയുന്ന നോ ഡിസപ്പറേഷൻ, നോ 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 നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ സത്യത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, ഐഡിയൽ എന്നുള്ള വേർഡ് ചോദിച്ചാൽ നമ്മൾ പറയാണ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് വേണം പറയാം, ശരിയല്ലേ? ഐഡിയൽ എന്നുള്ള വേർഡ് പറഞ്ഞ് നമുക്ക് എന്താ പറയാം, പെർഫെക്റ്റ്. പെർഫെക്റ്റ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നബി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭഗവാന്മാർ, അല്ലെങ്കിൽ യേശു ക്രിസ്തു, ഇവരൊക്കെ പറയുന്നതെന്നറിയോ, ദേ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ്, അല്ലെങ്കിൽ അവർ ഐഡിയൽ പേഴ്സൺസ് ആണ്. ദേ വിൽ ഡോട്ട് എന്നാ പറയുന്നത്, അവര് വേണ്ടാതിനും കാണിക്കില്ല, അവര് പക്ക പെർഫെക്റ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഐഡിയൽ വോൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ വോൾട്ടിമീറ്റർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കണം ചോദിച്ചാൽ, എഫക്റ്റീവ് പറഞ്ഞാൽ നമ്മളെത്ര പറഞ്ഞു, ഇൻഫൈനൈറ്റ് ഓം ആയിരിക്കും. ഈ ഇൻഫൈനൈറ്റ് ഓം നമ്മൾ എന്തിനാ വെച്ചേക്കുന്നറിയോ, ഈ പറയുന്ന ഒരു തരത്തിലും ഇതിന്റെ അകത്തോട്ട് കറണ്ട് പോകാൻ പാടില്ല. കാരണം എപ്പോഴും എങ്ങനെയാണ് പവർ വരുന്നത്, വോൾട്ടിമീറ്ററിന്റെ പവർ വരുന്നത് V²/R എന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ ആറിന്റെ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ ഒരിക്കലും വോൾട്ടിമീറ്റർ എന്ത് ചെയ്യില്ല, പവർ എടുക്കില്ല. വോൾട്ടിമീറ്റർ അങ്ങനെ പവർ എടുക്കുന്നില്ലെങ്കിൽ ശരിക്കും എന്ത് സംഭവിക്കും, ഈ പറയുന്ന വോൾട്ടിമീറ്റർ അളക്കാൻ പോകുന്നത് 60 വോൾട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, നമ്മുടെ വോൾട്ടിമീറ്റർ പ്രാക്ടിക്കൽ വോൾട്ടിമീറ്റർ. പ്രാക്ടിക്കൽ വോൾട്ടിമീറ്റർ ആകുമ്പോൾ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസും, അത് സാധാരണക്കാരനാണ്. നമുക്കൊക്കെ എന്തുണ്ട്, നമ്മൾ സാധാരണക്കാർക്കെല്ലാം ചെറിയ വീക്ക്നെസ് ഉണ്ട്, ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ കട്ട പെർഫെക്റ്റോ ഈ പറയുന്ന ഭഗവാനോ ഒന്നുമല്ല, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ ഇച്ചിരി പെർഫെക്റ്റ്നെസ് ഒക്കെ കുറഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള റെസിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുന്ന ഒരു 60 ഓം ഉദാഹരണമാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് വോൾട്ടേജ് വേണ്ടതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 60 വോൾട്ട് ഒന്നുമല്ല, അതിൽ കൂടുതലായിരിക്കും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയുന്നു വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നു 60 വോൾട്ട്. ദെൻ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് മെഷേർഡ് ബൈ ദിസ് വോൾട്ടിമീറ്റർ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിക്കും, വാട്ട് വിൽ ബി ദ voltage measured by practical voltmeter of resistance 60 volt അല്ലെങ്കിൽ വോൾട്ടിമീറ്റർ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ ആദ്യ കേസിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചു. കാരണം വോൾട്ടിമീറ്റർ പെർഫെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഐഡിയൽ ആയിരുന്നു. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 60 വോൾട്ട് കിട്ടി. യെസ് യെസ് യെസ്, ചെയ്തു വാ. പറയൂ, ബാക്കിയുള്ളവരോട് പറഞ്ഞു. മൃദുല, രേവതി, മഞ്ജുശ്രീ, ആര്യ പറഞ്ഞേ. ബസില, എൽദോസെ ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ഐശ്വര്യ, നയന, കുക്കു, ഷഹീന, അശ്വിൻ, ആൻസർ വേണം നമുക്ക്. അനുശ്രീയെ പറഞ്ഞേ ആൻസർ പറഞ്ഞേ. റിൻസിക്ക് എത്ര കിട്ടി ആൻസർ? രമ്യ, വിജയറാണി, ജിഷാമോൾ പറഞ്ഞേ എത്ര കിട്ടും വാല്യൂ? ഇപ്പം ഈ വോൾട്ടിമീറ്ററിന് അക്രോസ് വരാൻ പോകുന്ന വാല്യൂ എത്ര? നീതു, സിത്താര, നിരുപമ ആൻസർ കിട്ടുന്നുണ്ടോ? യെസ്, നീതുന് കിട്ടി അല്ലേ? യെസ്.
സിത്താര, ഐശ്വര്യ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നമ്മുടെ ഈ വോൾട്ടിമീറ്റർ ഇപ്പോൾ ഉണ്ട്. ഈ വോൾട്ടിമീറ്ററിന്റെ RV എത്രയാണെന്നറിയോ? 60 വോൾട്ട്. 60 വോൾട്ട് അല്ല, 60 ഓം. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി പ്രാക്ടിക്കലി വോൾട്ടിമീറ്റർ വെച്ചാൽ ആ വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആയിരിക്കണം. അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് മുമ്പേ 60 വോൾട്ട് മെഷർ ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മുടെ വോൾട്ടിമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് RV. അത് എത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? 60 ഓം ആണെങ്കിൽ ആ പറയുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ പറയുന്ന റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് കൊണ്ട് വോൾട്ടിമീറ്റർ മെഷർ ചെയ്യാൻ പോകുന്ന വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ ഐശ്വര്യ പറഞ്ഞ്? അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഐശ്വര്യ, അതെങ്ങനെ കിട്ടിയത്? 100 വോൾട്ടേജ് കൊടുത്തിട്ട് വോൾട്ടിമീറ്റർ 150 കിട്ടുമോ? ഇതിന്റെ ഇടയ്ക്ക് വേറെ സോഴ്സ് ഒന്നും വെച്ചിട്ടില്ല. ഉണ്ടോ അശ്വിനെ? ഐശ്വര്യ, ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? യെസ് യെസ് യെസ്. ഐശ്വര്യ, മനസ്സിലായോ? അതെങ്ങനെ ബസിത? ഓക്കെ ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇപ്പം ചെയ്തോളാം. എന്നിട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത് ചെയ്ത് കളയാം. ഇപ്പൊ ഇത്രയായില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതിന് 60 ഓം ഉണ്ട്, ഇതിന് 30 ഓം ഉണ്ട്. ഇത് രണ്ടും എന്താണ്? പാരലായിട്ടാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് എത്ര വരും ചോദിച്ചാൽ നമുക്കറിയാം, R = 60 × 30 ഡിവൈഡഡ് ബൈ 60 + 30. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആയോ? R equivalent എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഇതിന്റെ രണ്ടിന്റെ അക്രോസ് വരുന്ന ഈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ R equivalent ആയിട്ട് എടുത്തത്. രണ്ടിന്റെ ഈ കാരണം ഈ 30 ഓമും ഈ 60 ഓമും പാരലാണ്. അപ്പൊ അതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? 60 × 30 ഡിവൈഡഡ് ബൈ 60 + 30. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് പറഞ്ഞ് പറയൂ പറയൂ പറയൂ. യെസ്, ഓക്കെ അല്ലേ? R equivalent കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ഇത് എത്ര കിട്ടി വാല്യൂ? 60 × 30 ഡിവൈഡഡ് ബൈ 19 വരും. അപ്പൊ 19 30 ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഇത് എത്ര കിട്ടി? 3 കിട്ടി. വീണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20 ഓം കിട്ടും. ഇതും 20 ഓം, ഇതിന്റെ ഇക്വലന്റ് കൂടെ എത്ര കിട്ടി? 20 ഓം. അപ്പൊ 2 20 ഓം. ശരിയാണോ? അപ്പൊ ശരിക്കും പറഞ്ഞ എന്ത് കിട്ടും? നമ്മുടെ ഇങ്ങനെ കിട്ടും, ഒരു 20 ഓമും ഒരു 20 ഓം. അപ്പൊ ഇത് 100 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും വോൾട്ടേജ്? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര ആയിരിക്കും? 50 വോൾട്ട്. ഇതിന് അക്രോസ് എത്ര വോൾട്ട് ഉണ്ടോ? 50 വോൾട്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? R equivalent 20 കിട്ടി. മുകളിലും 20 ഉണ്ട്. 2 20 ഇരിക്കുന്നു. കറണ്ട് കടന്നു പോകാൻ പോകുന്നത് എത്ര ആയിരിക്കും? 100 ഡിവൈഡഡ് ബൈ 40 × 20 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വോൾട്ടേജ് ഡിവിഷൻ നടക്കും. രണ്ടും സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ വോൾട്ടേജ് എന്താവും? പകുതി വെച്ച് ഡിവൈഡ് ആവും. അപ്പൊ നമുക്ക് കിട്ടും 50 കിട്ടും. 20 ഓം 20 ഓം വരെ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ കറണ്ട് എത്ര കിട്ടും? ഇവിടുത്തെ കറണ്ട് I എത്ര കിട്ടും? അല്ലെങ്കിൽ I' എന്ന് വിളിച്ചു. I' എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 40. ശരിയല്ലേ റൻസി? ഇൻറ്റു 20 വരും. ആ പറഞ്ഞ് നമ്മുടെ അതിനെക്രോസ് ഉള്ള അല്ലെങ്കിൽ വോൾട്ടേജിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കിട്ടാൻ. റൻസി ഓക്കെ ആണ് പറഞ്ഞു? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പറയൂ പറയൂ പറയൂ. ഓം ഒക്കെ പോയില്ലേ അശ്വിനെ? ഇപ്പം രണ്ടുപേരുടെ ഇക്വലന്റ് അല്ലേ ആ പറഞ്ഞ R equivalent വരുള്ളൂ. 60 ഓമിന്റെ അകത്തുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. കറണ്ട് കണ്ടുപിടിച്ചു വെച്ച് അപ്പോഴും ആ കറണ്ട് കണ്ടുപിടിച്ചിട്ട് എന്തിന് നമ്മൾ ഈ പറയുന്ന 60 ഓമിലോട്ടൊക്കെ പോകുന്നത്? രണ്ടുകൂടെ ചേർന്ന് 20 ഓം കിട്ടിയില്ലേ നമുക്ക് അശ്വിനെ? ക്ലിയർ ആണോ?
രണ്ട് ഈ പറഞ്ഞ 60 ഓമിന് അക്രോസും ആ 30 ഓമിന് അക്രോസും ഉള്ള കറണ്ട് വോൾട്ടേജിനെ ഇക്വലന്റ് ആയ R ഇക്വലന്റ് അക്രോസ് 20 ഓമിന് അക്രോസ് ഉണ്ടാകാൻ പോകുന്നത്. അശ്വിനെ ഞാൻ അശ്വിനോട് തന്നെയാ പറയുന്നത്, ഈ 60 ഓം വോൾട്ടിമീറ്റർ ഇല്ലേ, ആ പറയുന്ന വോൾട്ടിമീറ്റർ ഇരിക്കുന്നത് 30 ഓമിന് അക്രോസ് ആണ്. ഈ പറയുന്ന രണ്ടിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് ആണ് 20 ഓം കിട്ടിയേക്കുന്നത്. അപ്പൊ പിന്നെ 20 ഓമിന് അക്രോസ് ഉള്ള പോരെ. ആ പാരലായതുകൊണ്ട് തന്നെ പാരലായതുകൊണ്ട് തന്നെ ഈ 60 ഓമും ആ 30 ഓമും ഇക്വലന്റ് കിട്ടുന്ന എത്ര? 20. ആ ഇക്വലന്റ് 20 എല്ലാം ഒറ്റ വോൾട്ടേജാണ്.